പെൻഷൻ തീയതിയുടെ മുൻഗണനാക്രമത്തിൽ ഹയർ ഓപ്ഷൻ പെൻഷൻ അപേക്ഷ പരിഗണിക്കുന്നത് അട്ടിമറിച്ച് EPF മേഖലാ ഓഫീസുകൾ. പല മേഖലാ ഓഫീസുകളിലും 10,000-കണക്കിന് അപേക്ഷയാണ് കെട്ടിക്കിടക്കുന്നത്. PF പെൻഷൻ ഫണ്ടിൽ 9 ലക്ഷം കോടി രൂപയോളം ഉണ്ടായിരിക്കെയാണ് വരിക്കാർക്ക് പെൻഷൻ നൽകുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന് പിശുക്ക്. 2023-24 സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ എംപ്ലോയീസ് പെൻഷൻ ഫണ്ടിൽ 8,88,269 കോടി രൂപ ഉണ്ടെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. ജോൺ ബ്രിട്ടാസ് MP-യുടെ ചോദ്യത്തിന് നൽകിയ രേഖാമൂലമുള്ള മറുപടിയിലാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഈ കണക്കുകൾ വ്യക്തമാക്കിയത്. 2019-20 മുതൽ 2023-24 വരെയുള്ള 5 വർഷം കൊണ്ട് എംപ്ലോയീസ് പെൻഷൻ ഫണ്ടിലുള്ള തുകയിൽ നിന്നും പലിശ ഇനത്തിലും മറ്റും 2,44,942.34 കോടി രൂപയുടെ വരുമാനമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ കാലയളവിൽ വെറും 66,01.85 കോടി രൂപ മാത്രമാണ് പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തിട്ടുള്ളത്. 31/3/2024 അവകാശികളില്ലാത്ത പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടുകളിൽ മാത്രം 8,505 കോടി രൂപയുണ്ടെന്ന് മറുപടിയിൽ നിന്നും വ്യക്തമാകുന്നു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മേഖലാ ഓഫീസുകളിലായി ഒക്ടോബറിലെ കണക്കനുസരിച്ച് 79,835 അപേക്ഷകരുണ്ട്. എന്നാൽ ഉയർന്ന പെൻഷൻ അനുവദിച്ചത് 910 പേർക്ക് മാത്രമാണ്. കൊച്ചി റീജിയണൽ ഓഫീസിൽ 32,892 അപേക്ഷകരുള്ളതിൽ 779 പേർക്കാണ് പെൻഷൻ നൽകി തുടങ്ങിയത്. അതായത് 2.32% മാത്രം. 2 വർഷം മുമ്പ് അപേക്ഷിച്ചവർ വരെ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേർ ഹയർ ഓപ്ഷൻ നൽകി കാത്തിരിക്കുന്നത് കൊച്ചി ഓഫീസിലാണ്. 30,000-ലധികം അപേക്ഷയാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. 1995 മുതലുള്ള രേഖകൾ പരിശോധിച്ചാണ് കൂടിയ പെൻഷൻ എത്രയെന്ന് തീർപ്പ് വരുത്തേണ്ടത്. രേഖകൾ പരിശോധിക്കാൻ സമയമെടുക്കുമെന്ന് EPF അധികൃതരുടെ വാദം. അതേസമയം PPO നമ്പറിലെ QR കോഡിൽ പെൻഷനറുടെ എല്ലാ വിവരങ്ങളും ഉണ്ടാകും. ഇത് മിനിറ്റുകൾക്കകം പരിശോധിക്കാനാകുമെന്നിരിക്കെയാണ് തടസ്സവാദം ഉയർത്തുന്നത്. ജീവനക്കാർക്ക് പണം നൽകാതെ ദ്രോഹിക്കുക എന്ന മോദി നയം മാത്രമാണ് ഇതിനു പിന്നിൽ.